നമ്മുടെ ഹൈർ ഉമ്മത്തിലെ മുസ്ലിം സംഘടനകളുടെ ചില രസകരമായ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ചില സംഗതികൾ മനസ്സിലൂടെ കടന്നു പോയപ്പോൾ അത് പങ്കുവെക്കണമെന്ന് വിചാരിച്ചതാണ്. അത് ഒന്നാമത്തത് വേറൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഈ മുസ്ലിം സമുദായത്തിൽ അഭിപ്രായ ഐക്യമുള്ളത് അല്ലെങ്കിൽ സംഘടനകൾക്കിടയിൽ അഭിപ്രായ ഐക്യമുള്ള വിഷയം MA യൂസുഫ് അലി മാത്രമാണെന്ന്. ബാക്കി എല്ലാ കാര്യത്തിലും എല്ലാവരും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ദീക്ഷ വളർത്തുന്ന വിഷയത്തിലുണ്ട്, മീശയുടെ കാര്യത്തിലുണ്ട്, ഈ കൈ കെട്ടുന്ന വിഷയത്തിലുണ്ട്, ഈ അത്തഹിയാത്തിലിരിക്കുമ്പോൾ വിരലുകൾ അനക്കുന്ന വിഷയത്തിലുണ്ട്, പിന്നെ മലയാളം അതുപോലെ അറബ് കുത്തുബയുടെ വിഷയത്തിലുണ്ട്. അങ്ങനെ അടക്കം പിന്നെ റാത്തീബിൽ, മൗലൂദിൽ, ദിക്റിൽ, പിന്നെന്താ പറയുന്നത്, പിന്നെ ഖബറിൻ്റെ അടുത്ത് പോയി ദുആ ചെയ്യലിൽ ഒക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആകെ അഭിപ്രായ വ്യത്യാസമില്ലാതിരുന്നത് MA യൂസുഫ് അലിയിൽ മാത്രമാണ് എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷയം വരുമ്പോൾ എല്ലാവരും യോജിച്ച് റിവായത്ത് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതുപോലെ മറ്റൊരാൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. സമസ്തയ്ക്കും AP-ക്കും പിന്നെ അതുപോലെ മുജാഹിദിനും എല്ലാവർക്കും സ്വീകാര്യമായ ജമാഅത്ത് ഇസ്ലാമിക്കും എല്ലാം. തബ്ലീഗുകാരെ പിന്നെ അങ്ങ് മാറ്റി നിർത്താം. അവർക്കങ്ങനെ അവരല്ലാതെ വേറെ ആരെയും അവർക്കത്ര സ്വീകാര്യരല്ല. അവരെ മാത്രമേ അവർക്ക് സ്വീകാര്യതയുള്ളൂ. അങ്ങനെ രണ്ടാമത്തൊരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആ രണ്ടാമതായി രംഗത്ത് വന്നിരിക്കുന്ന ആൾ സാക്ഷാൽ നമ്മുടെ ശ്രീധരൻപിള്ള സാറാണ്. ശ്രീധരൻപിള്ള സാറിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും തൃപ്തരാവുകയും സമ്പൂജ്യരാവുകയും സമാദരണീയരാവുകയും മുഖം തിളക്കമുള്ളതാവുകയും സന്തോഷഭരിതരാവുകയും ചെയ്യും. ശ്രീധരൻപിള്ള സാറിൻ്റെ എനിക്ക് തോന്നുന്നു ഗവർണർ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വതന്ത്രനാണ് എന്നാണ് തോന്നുന്നത്. അദ്ദേഹം വലിയ തീവ്രഭാഷിയൊന്നുമല്ല പരസ്യമായി, എങ്കിൽ പോലും അദ്ദേഹം ഏത് പാർട്ടിക്കാരാണെന്നുള്ളത് പോലും മറന്ന് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം സംഘടനകളുടെ നേതാക്കളെ കയറ്റാത്ത എല്ലാ സദസ്സുകളിലും ശ്രീധരൻപിള്ള സാറിനൊരു കസേരയുണ്ട്. സാറ് വരുമ്പോൾ അവരെല്ലാം വളരെ സന്തോഷഭരിതരാവും. ഞാൻ കാണുമായിരുന്നു ഇപ്പോൾ സമസ്തയുടെ സമ്മേളനത്തിലൊക്കെ തങ്ങൾ വന്നതിനേക്കാൾ, സാദുക്കലി തങ്ങൾ വന്നതിനേക്കാൾ വേദിയിലിരിക്കുന്നവർക്ക്, താഴെ ഇരിക്കുന്ന അനുയായികൾക്കല്ല, വേദിയിലിരിക്കുന്നവരുടെ മനം കുളിർത്തത് ശ്രീധരൻപിള്ള സാറിൻ്റെ സാന്നിധ്യത്തിലാണ്. ഈ മുല്ലവള്ളി തേന്മാവിൽ ഇങ്ങനെ ചുറ്റി പടരുന്നത് പോലെ ആ പിള്ള സാറിലേക്ക് എല്ലാവരും പടരുന്നതും ഞാൻ കണ്ടു. അതൊരു നല്ല കാര്യമാണ്. ഞാനതിനെ വിമർശിക്കുന്നൊന്നുമില്ല. കാരണം ഒരു മതത്തിനതീതമായി മനുഷ്യസ്നേഹമുള്ള പിള്ള സാറെങ്കിലും അതിലുണ്ടാവണം. എനിക്ക് സാറിനോടൊരു അഭ്യർത്ഥന, അങ്ങ് ഇടപെട്ട ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഞങ്ങളുടെ സംഘടനയിൽ ഇടയിലുണ്ടായിട്ടുള്ള ഈ അഭിപ്രായ വൈരുദ്ധ്യങ്ങളെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ റഹ്മത്തുള്ള കാസിമി മുതൽ ഇങ്ങ് സത്താർ പന്തലൂർ വരെയുള്ള ആളുകളെല്ലാവരും അങ്ങയുടെ വാക്കുകൾ ശ്രവിക്കുമായിരുന്നു എന്ന് പറയുന്നൊരു സന്തോഷമുണ്ട്. രണ്ടാമതായി എനിക്ക് തോന്നിയ വേറൊരു കാര്യം, അത് വേറൊന്നുമല്ല, നമ്മുടെ ജോൺ ബ്രിട്ടാ സാറിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ രംഗമാണ്. ജോൺ ബ്രിട്ടാ സാറ് ഒരു മുജാഹിദ് സമ്മേളനത്തിലെത്തി വിളിച്ചുകൊണ്ടുവന്ന മുജാഹിദ് നേതാക്കളെ വേദിയിലിരുത്തി അദ്ദേഹം കൈ ചൂണ്ടി ഇങ്ങനെ ചോദിച്ചു. ഓരോരുത്തരും ഇപ്പോൾ ഈ പറഞ്ഞ ശ്രീധരൻപിള്ള സാറിനെ പോലെ ഒരാളിനെ വേദി കൊടുത്തതിൻ്റെ നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. പാവം മുജാഹിദുകാർ സ്തബ്ധരായിരുന്നു. എങ്കിലും ബ്രിട്ടാ സാർ വന്നല്ലോ എന്നോർത്ത് അവർ സായുജ്യമടഞ്ഞു. അവരും മറ്റ് മുജാഹിദ് സംഘടനകളിലെ ആളുകളെ ഒന്നും അതിൻ്റെ അടുത്ത് അടുപ്പിക്കത്തുമില്ല, അങ്ങനെ കയറ്റത്തൊന്നുമില്ല. പക്ഷേ ബ്രിട്ടാ സാർ ആ പറഞ്ഞത് കേട്ട് അവരിങ്ങനെ അത്ഭുത സ്തബ്ധരായി. ഒരുപക്ഷെ നമ്മൾ ചില കല്യാണ വീടുകളിലൊക്കെ കല്യാണത്തിന് വിളിച്ചു വന്നവർ അടിയുണ്ടാക്കുന്നതായി ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അവിടെ അന്വേഷിക്കുമ്പോൾ വിളമ്പാൻ വന്നവരാണ് അടിയുണ്ടാക്കുന്നത്, അവിടെയുള്ളവരാരും അടിയുണ്ടാക്കിയിട്ടില്ല. പക്ഷേ ക്ഷണിച്ചെത്തിയ ആൾ ഇതുപോലെ അടി കൊടുത്തത് ആദ്യമായിട്ടാണ് കണ്ടത്. എന്നാൽ സമസ്തയുടെ വേദിയിൽ ഇതുപോലെ ശ്രീധരൻപിള്ള സാർ ഇരിക്കുമ്പോൾ ഒരക്ഷരവും ബ്രിട്ടാസ് പറയൂല, ആരും പറയൂല. അതാണ് ഈ നമ്മൾ സാധാരണ പറയത്തില്ലേ, കാശുള്ളവൻ കത്തോലിക്ക, ഇല്ലാത്തവൻ വേറെ താണ്ടാണ് എന്ന് പറയുന്നത് പോലെ, ചിലരിടുമ്പം ബെർമുട, ചിലരിടുമ്പം കളസം എന്ന് പറയുന്നത് പോലെ മുജാഹിദുകാരിട്ടപ്പോൾ അത് കളസമായിരുന്നു. എന്നാൽ സമസ്തയിടുമ്പോൾ അത് ബെർമുടയായി തോന്നുന്നത് സ്വാഭാവികമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ മതരാഷ്ട്രവാദം എന്ന് വല്ലാണ്ട് പറയുകയും ജമാഅത്ത് ഇസ്ലാമിയുടെ മേൽ, എനിക്ക് അവരോട് യോജിപ്പൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ ഈ കാര്യത്തിൽ മാത്രമാണ് പറയുന്നത്. അതിൽ മതരാഷ്ട്രവാദം എന്ന് വല്ലാണ്ട് ആവേശം കൊള്ളുമ്പോൾ അതേ സംഗതി തന്നെ സമസ്തയുടെ പ്രമേയത്തിലും ഒരു കൈ അകലത്തിൽ മാറ്റി നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ രണ്ടും തമ്മിൽ സംയോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ
ജവാദ് മുസ്തഫാവിമാരുടെ കാലത്ത് ഇതേ മതരാഷ്ട്രവാദം പുതിയതായിട്ട് ഉന്നയിച്ചതല്ല, പണ്ടേ ഉന്നയിച്ചതാണെന്നാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അബ്ദുസമദ് പൂക്കോട്ടൂർ അദ്ദേഹമൊക്കെ പറഞ്ഞതുപോലെ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ മതരാഷ്ട്രവാദം ഇല്ലാത്ത സമസ്തയെ ഉൾപ്പെടുത്താതെ പാലൊളി കമ്മിറ്റിയിൽ പാലൊളി പുഞ്ചിരി തൂകി കേരളം മുഴുവൻ എങ്ങനെ വേണം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനെന്ന് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയിൽ ഈ മതരാഷ്ട്രവാദികളായ ചിലരെയൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതുകൂടി ചേർത്തുകൊണ്ട് വേണം ഈ വൈരുദ്ധ്യത്തെ ആസ്വദിക്കാൻ. ഇതാണ് രസകരവും ചിന്തനീയവുമായ വൈരുദ്ധ്യം. പിന്നെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ ഈ വാൽകഷ്ണം എന്നൊക്കെ പറയത്തില്ലേ, വാൽകഷ്ണം പോലെ ഒരു കാര്യം കൂടി പറയാം. സമസ്തയുടെ സമ്മേളനത്തിൽ ഈ സ്ത്രീകളെ ഒരുപാട് പുരോഗമന നവോത്ഥാന സംഗതികളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് ശ്രദ്ധിക്കണം എന്നൊക്കെ വളരെ ഗൗരവമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഈ പുതിയ വഖഫ് ബോർഡ് കണ്ടപ്പോൾ അതിൽ മെമ്പർമാരായി നമ്മുടെ PSC ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് MK സക്കീർ സാറുണ്ട്, A റഹീം MP സാറുണ്ട്, കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ MLA സാറുണ്ട്, പിന്നെ നമ്മുടെ ഉമ്മർ ഫൈസി മുക്കം ഉസ്താദുണ്ട്, പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് P അലിയുണ്ട്. അതുകൂടാതെ രഹന, CK ഉസ്മാൻ ഹാജി, സുമിത നിസാഫ്, പിന്നെ ആരാണ് ഡോക്ടർ സൈറ സലാം എന്നായിരിക്കും, അവരെല്ലാവരും ഉണ്ട്. അങ്ങനെ വഖഫ് ബോർഡിൽ സ്ത്രീകൾ പ്രവേശിച്ചിട്ടും മുസ്ലിം സംഘടനകൾക്കാർക്കും ഒരു എതിർപ്പുമില്ല. അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ആഹ്ലാദഭരിതരായി അത് അംഗീകരിക്കുന്നു എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൻ്റെ ഉൾക്കൊള്ളലിൻ്റെ ഒരു മനോഹരമായ ദൃശ്യമായി കാണാം. നാളുകളിൽ ചിലപ്പോൾ വഖഫ് മീറ്റിങ്ങുകൾ പള്ളികളിലെ ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചാണ് കൂടുന്നതെങ്കിൽ ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം പള്ളിയിൽ ചെയ്യുന്ന വിഷയം വരുമ്പോഴേക്കും ചിലപ്പം അഭിപ്രായ വ്യത്യാസവും വന്നേക്കാം. പറഞ്ഞു തന്നേ ഉള്ളൂ.